സിംബാബ്വെ പര്യടനത്തിലുള്ള ടീമിനെ പ്രഖ്യാപിച്ചപ്പോൾ ക്യാപ്റ്റനായി ശുഭ്മാൻ ഗില്ലിനെയാണ് ഇന്ത്യ തെരഞ്ഞെടുത്തത്. T20 ലോകകപ്പിൽ കളിച്ച പ്രമുഖ സീനിയർ താരങ്ങൾക്കെല്ലാം വിശ്രമം അനുവദിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച ടീമിൽ മലയാളി താരം സഞ്ജു സാംസണും ഉൾപ്പെട്ടിട്ടുണ്ട്. ലോകകപ്പ് സ്ക്വാഡിലുണ്ടായിരുന്നെങ്കിലും സഞ്ജു സാംസണ് ടീമിൽ അവസരം ലഭിക്കാത്തത് വലിയ ചർച്ചയായി മാറിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് യുവതാരങ്ങളടങ്ങിയ പുതിയ ടീമിനെ ഇന്ത്യ പ്രഖ്യാപിച്ചത്. ഇന്ത്യൻ ക്യാപ്റ്റൻസിയുടെ കാര്യത്തിൽ പുതുമുഖമാണ് ശുഭ്മാൻ ഗിൽ. ഇതാദ്യമായാണ് ക്യാപ്റ്റൻസി ഗില്ലിനെ തേടിയെത്തിയിരിക്കുന്നത്. ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിയുമായി ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ചർച്ചകളും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ടീമിൻ്റെ എല്ലാ ഫോർമാറ്റുകളിലും ഗില്ലിനെ ക്യാപ്റ്റനാക്കി കൊണ്ടുവരുന്നതിനുള്ള നീക്കമാണ് ഇന്ത്യ നടത്തുന്നതെന്ന് ചിലർ വിലയിരുത്തുന്നു. അതിനിടയിൽ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ രാജസ്ഥാൻ റോയൽസിനെ മികച്ച രീതിയിൽ നയിച്ച സഞ്ജു സാംസണാണ് ഗില്ലിനേക്കാൾ സിംബാബ്വെ പര്യടനത്തിൽ ക്യാപ്റ്റൻസിക്ക് അർഹനെന്ന തരത്തിലുള്ള ചർച്ചകളും നടക്കുകയാണ്. 24-കാരനായ ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ഭാവി ഐക്കണാണെന്ന കാര്യത്തിൽ സംശയമില്ലെങ്കിലും ക്യാപ്റ്റൻസിയുടെ ഭാരം ഇപ്പോൾ ഗില്ലിന് നൽകുന്നത് ഉചിതമല്ലെന്നാണ് വിലയിരുത്തൽ. ക്യാപ്റ്റൻസി റോളിൽ ഗില്ലിന് പരിചയസമ്പത്ത് കുറവാണ്. അതുമാത്രമല്ല, ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ഗുജറാത്ത് ടൈറ്റൻസിൻ്റെ ക്യാപ്റ്റനായി നിറം മങ്ങിയ പ്രകടനമാണ് ഗിൽ കാഴ്ചവെച്ചത്. ഗുജറാത്തിനെ പ്ലേ ഓഫിലെത്തിക്കാൻ താരത്തിന് കഴിഞ്ഞില്ല. നിലവിൽ ശുഭ്മാൻ ഗിൽ ഇന്ത്യൻ T20 ടീമിൽ സ്ഥിര സാന്നിധ്യമല്ല എന്ന കാര്യവും ശ്രദ്ധേയമാണ്. സമീപകാല പ്രകടനങ്ങൾ വിലയിരുത്തിയാൽ ഗില്ലിനേക്കാൾ ഫോമിലുള്ള യശസ്വി ജയ്സ്വാൾ, അഭിഷേക് ശർമ്മ, ഋതുരാജ് ഗെയ്ക്വാദ് എന്നിവർ സിംബാബ്വെ പര്യടനത്തിലുള്ള ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ടീമിൽ സ്ഥിര സാന്നിധ്യമല്ലാത്ത ഒരു താരത്തെ ക്യാപ്റ്റൻസിയിലേക്ക് എന്തിനു കൊണ്ടുവരുന്നു എന്ന ചോദ്യമാണ് ക്രിക്കറ്റ് ആരാധകരുടെ മനസ്സിലുള്ളത്. അതേസമയം ശുഭ്മാൻ ഗില്ലുമായി താരതമ്യം ചെയ്യുമ്പോൾ ക്യാപ്റ്റൻസിയിലും T20 വേദിയിലും മികച്ച റെക്കോർഡാണ് സഞ്ജു സാംസണിനുള്ളത്. ഇക്കഴിഞ്ഞ IPL രാജസ്ഥാൻ റോയൽസ് ഫൈനലിലെത്തിയതിൽ സഞ്ജുവിൻ്റെ ക്യാപ്റ്റൻസി നിർണായക ഘടകമായി മാറിയിരുന്നു. റോയൽസിനെ തുടർച്ചയായി നേട്ടങ്ങളിലേക്ക് നയിക്കാൻ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ 61 മത്സരങ്ങളിൽ ടീമിനെ നയിച്ച താരമാണ് 29-കാരനായ സഞ്ജു സാംസൺ. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ക്യാപ്റ്റനായി തിരഞ്ഞെടുക്കണമായിരുന്നു എന്ന് ക്രിക്കറ്റ് പ്രേമികൾ അഭിപ്രായപ്പെടുന്നു. 2015 ജൂലൈ മാസത്തിൽ സിംബാബ്വെക്കെതിരെയാണ് ആദ്യമായി സഞ്ജു ഇന്ത്യൻ ജേഴ്സിയിൽ T20 മത്സരം കളിച്ചത്. അന്ന് മത്സരം നടന്ന ഹരാരെ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇത്തവണ സിംബാബ്വെക്കെതിരെയുള്ള ഇന്ത്യയുടെ 5 T20 മത്സരങ്ങളും നടക്കുന്നത്. ഇന്ത്യക്ക് വേണ്ടി ആകെ 25 T20 മത്സരങ്ങൾ കളിച്ച സഞ്ജു 374 റൺസാണ് നേടിയിട്ടുള്ളത്. IPL മികച്ച പ്രകടനത്തിന് ശേഷം ലോകകപ്പ് ടീമിൽ സ്ഥാനം ലഭിച്ച സഞ്ജുവിനെ ഒരു മത്സരത്തിലും ഇന്ത്യ കളിപ്പിച്ചിരുന്നില്ല. ലോകകപ്പ് സന്നാഹ മത്സരത്തിൽ ബംഗ്ലാദേശിനെതിരെ അവസരം ലഭിച്ചെങ്കിലും ബാറ്റിങ്ങിൽ സഞ്ജു പരാജയപ്പെട്ടിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ താരതമ്യേന ദുർബലരായ അമേരിക്ക, കാനഡ തുടങ്ങിയ ടീമുകൾക്കെതിരെയെങ്കിലും സഞ്ജുവിന് അവസരം ലഭിക്കുമെന്നായിരുന്നു ആരാധകരുടെ പ്രതീക്ഷ. എന്നാൽ ഇത് സംഭവിച്ചില്ലെന്നത് സഞ്ജു ആരാധകരെ ഏറെ നിരാശപ്പെടുത്തി. ശുഭ്മാൻ ഗില്ലാകട്ടെ ലോകകപ്പ് ടീമിനൊപ്പം ബാക്കപ്പ് കളിക്കാരനായാണ് അമേരിക്കയിലെത്തിയത്.